ഹലോ, എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും ലോഗോസ് ക്രിസ്റ്റ് 2021 സ്വാഗതം. ഇന്ന് പ്രഭാഷകൻ 47 തുടങ്ങി 50 വരെയുള്ള അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങളും ഉത്തരവും. 47 തുടങ്ങി 50 വരെയുള്ള അധ്യായങ്ങളിൽ പ്രധാന ആശയം ദാവീദ് രാജാവ് തുടങ്ങി സോളമൻ, റഹോബാം, ജെറോബാം തുടങ്ങിയവർ തുടങ്ങി പ്രധാന പുരോഹിതൻ ഷിമെയോൻ വരെയുള്ളവരുടെ വിവരങ്ങളും ഉപദേശങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം 1. കർത്താവിന് പ്രിയങ്കരനായ സാമുവേൽ പ്രവാചകന് ശേഷം പ്രവചനം നടത്തിയത് ആരെന്നാണ് സിറാക്ക് പറയുക? ഉത്തരം നാഥാൻ. 2. ചോദ്യം 2. സാമുവേൽ പ്രവാചകന് ശേഷം നാഥാൻ പ്രവചനം നടത്തിയത് ആരുടെ നാളുകളിലാണ്? ഉത്തരം ദാവീദിന്റെ. ചോദ്യം 3. ഇസ്രായേൽ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് സിംഹങ്ങളുമായി കളിയാടിയത് ആരുടെ കൂടെ എന്ന പോലെയായിരുന്നു? ഉത്തരം കോലാട്ടൻ കുട്ടികളോടുകൂടെ. ചോദ്യം 4. ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ലുചേർത്ത് കൊന്നത് ആരെയാണ്? ഉത്തരം ഗോലിയാത്തിനെ. ചോദ്യം 5. മല്ലന് യുദ്ധവീരനുമായിരുന്ന ഗോലിയാത്തിനെ വധിച്ച ദാവീദിനെ ഇസ്രായേലിയർ അണിയിച്ചത് എന്തായിരുന്നു? ഉത്തരം മഹത്വത്തിന്റെ കിരീടം. ചോദ്യം 6. 10,000 മേൽ വിജയം വരിച്ച ദാവീദിനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ച ഇസ്രായേലിയർ എന്തിനെ പ്രതിയാണ് അവനെ സ്തുതിച്ചത്? ഉത്തരം കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. ചോദ്യം 7. തന്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച ദാവീദ് കൃതജ്ഞത അർപ്പിച്ചത് ആർക്കാണ്? ഉത്തരം പരിശുദ്ധനായ ദൈവത്തിന്. ചോദ്യം 8. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ച ഗായക സംഘം സ്തുതിച്ചത് എന്തിനെയാണ്? ഉത്തരം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ. ചോദ്യം 9. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച ദാവീദിന് ശേഷം സിറാക്ക് പ്രതിപാദിക്കുന്ന വ്യക്തി? ഉത്തരം സോളമൻ. ചോദ്യം 10. കർത്താവിന്റെ നാമത്തിൽ ആലയം നിർമ്മിച്ചതാര്? ഉത്തരം സോളമൻ. ചോദ്യം 11. യൗവനത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നത് ആരെന്നാണ് സിറാക്ക് സൂചിപ്പിക്കുന്നത്? ഉത്തരം സോളമൻ. ചോദ്യം 12. ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറഞ്ഞ സോളമന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചപ്പോൾ പ്രശസ്തി എത്തിയത് എവിടെയാണ്? ഉത്തരം വിദൂര ദ്വീപുകളിൽ. ചോദ്യം 13. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെയും ഈയം പോലെയും സോളമൻ ശേഖരിച്ചത് എന്താണ്? ഉത്തരം സ്വർണവും വെള്ളിയും. ചോദ്യം 14. സ്വയം സൽകീർത്തിക്ക് കളങ്കം വരുത്തുകയും സന്തതി പരമ്പരയെ മലിനമാക്കി ക്രോധത്തിനിരയാക്കുകയും ചെയ്ത സോളമന്റെ ഏത് പ്രവൃത്തിയാണ് അവർക്ക് ദുഃഖകാരണമായത്? ഉത്തരം ഭോഷത്വം. ചോദ്യം 15. കാരുണ്യം ഒരിക്കലും വെടിയുകയില്ലാത്ത കർത്താവ് ആര് നശിക്കാൻ ഇടവരുത്തുകയില്ലെന്നാണ് സിറാക്ക് ഉറപ്പിച്ചു പറയുന്നത്? ഉത്തരം തന്റെ സൃഷ്ടികൾ. ചോദ്യം 16. സോളമന്റെ പിതാക്കന്മാരോട് ചേർന്ന ശേഷം ആര് സ്ഥാനമേറ്റുവെന്നാണ് സിറാക്ക് സൂചിപ്പിക്കുന്നത്? ഉത്തരം സോളമന്റെ സന്തതികളിൽ ഒരുവൻ. ചോദ്യം 17. ദാവീദ്, സോളമൻ എന്നിവർക്ക് ശേഷം സിറാക്ക് നൽകുന്നത് ആരുടെ വിവരണമാണ്? ഉത്തരം റഹോബാം. ചോദ്യം 18. ആരെ പറ്റിയുള്ള വിവരണമാണ് സിറാക്ക് 47-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുക? ഉത്തരം ദാവീദ്, സോളമൻ. അധ്യായം 48. ചോദ്യം 19. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആരെന്നാണ് സിറാക്ക് അറിയിക്കുന്നത്? ഉത്തരം ഏലിയ. ചോദ്യം 20. സീനായിൽ വെച്ച് ഏലിയ പ്രവാചകൻ ശ്രവിച്ചത് എന്താണ്? ഉത്തരം ഭീഷണികൾ. ചോദ്യം 21. ജീവിതകാലത്ത് അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറയ്ക്കാത്ത, ആരും കീഴടക്കാത്ത വ്യക്തി ആരെന്നാണ് സിറാക്ക് ചൂണ്ടിക്കാണിക്കുന്നത്? ഉത്തരം ഏലീഷ. ചോദ്യം 22. ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ഏലീഷ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും അനുദപിക്കാത്തത് ആരായിരുന്നു? ഉത്തരം ജനം. ചോദ്യം 23. ചിതറിക്കപ്പെട്ട ജനത്തിൽ ചെറിയ ഒരു ഗണം മാത്രം അവശേഷിച്ചത് ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടിയാണ്? ഉത്തരം ദാവീദിന്റെ. ചോദ്യം 24.
സെന്നക്കെരീബ് അയച്ച സ്ഥാനിയായ റബ്ഷക്ക കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയത് ആർക്കെതിരെയാണ്? ഉത്തരം സിയോനെതിരെ. ചോദ്യം 25. ഹെസക്കിയയുടെ രാജ്യത്തെ സെന്നക്കെരീബ് ആക്രമിച്ചപ്പോൾ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ച് കഠിനവധി അനുഭവിച്ച ജനം കൈകൾ ഉയർത്തി വിളിച്ചു അപേക്ഷിച്ചത് ആരെയാണ്? ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ. ചോദ്യം 26. ദർശനത്തോട് കൂടിയവനെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം യേശയ്യ പ്രവാചകനെ. ചോദ്യം 27. യേശയ്യ പ്രവാചകന്റെ കാലത്ത് പിറകോട്ട് ചരിച്ചതായി സിറാക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ്? ഉത്തരം സൂര്യൻ. ചോദ്യം 28. സിറാക്കിന്റെ 48-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട്? ഉത്തരം ഹെസക്കിയ യേശയ്യ. ചോദ്യം 29. അധ്യായം 49 നിന്നാണ്. ചോദ്യം 29. ഇസ്രായേലിലെ മഹാന്മാരെ കുറിച്ച് 49-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്ന സിറാക്ക് ആദ്യമായി എഴുതുന്ന മഹാൻ? ഉത്തരം ജോസിയ. ചോദ്യം 30. ജോസിയയുടെ സ്മരണം നാവിന് തേൻ പോലെയെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ വീഞ്ഞ് സൽക്കാരത്തിൽ അത് എപ്രകാരം എന്നാണ് പറയുക? ഉത്തരം സംഗീതം പോലെ. ചോദ്യം 31. ഉത്തമ മാർഗത്തിൽ ചരിച്ച് ഇന്ന് ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞ ജോസിയ കർത്താവിൽ ഉറപ്പിച്ചത് എന്താണ്? ഉത്തരം ഹൃദയം. ചോദ്യം 32. അത്യുന്നതന്റെ നിയമം നിരസിച്ചത് വഴി അസ്തമിച്ച രാജവംശം? ഉത്തരം യൂദാവംശം. ചോദ്യം 33. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജെറമ്യ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി. ചോദ്യം 34. കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകൻ? ഉത്തരം എസക്കിയേൽ. ചോദ്യം 35. ജെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്ന് ചോദിക്കുന്ന സിറാക്ക് അവൻ ഏതുപോലെ എന്നാണ് വർണ്ണിക്കുക? ഉത്തരം വലതു കൈയിലെ മുദ്രമോതിരം പോലെ. ചോദ്യം 36. വീണുപോയ കോട്ടകൾ പണിതുയർത്തിയ നെഹമിയ നിർമ്മിച്ചത് എന്താണ്? ഉത്തരം വാതിലുകളും ഓടാമ്പലുകളും. ചോദ്യം 37. ഹെനോക്കിന് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ലെന്ന് നിരീക്ഷിക്കുന്ന സിറാക്ക് അവൻ സംഭവിക്കപ്പെട്ടത് എവിടേക്കെന്നാണ് പറയുക? ഉത്തരം ഭൂമിയിൽ നിന്ന്. ചോദ്യം 38. ഷേം, സേത്ത് എന്നിവരെ ബഹുമാനിതരായി കാണുന്ന സിറാക്ക് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ബഹുമാനിതനാണെന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം ആദത്തെ. അധ്യായം 50 നിന്ന്. ചോദ്യം 39. സിറാക്കിന്റെ 50-ാം അധ്യായത്തിൽ ആദ്യ തലക്കെട്ട്? ഉത്തരം പ്രധാന പുരോഹിതൻ ശിമെയോൻ. ചോദ്യം 40. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായ ശിമെയോൻ പുതുക്കിപ്പണിതത് എന്താണ്? ഉത്തരം ദേവാലയം. ചോദ്യം 41. ദേവാലയം പുതുക്കിപ്പണിത് കോട്ട കെട്ടി സുരക്ഷിതമാക്കിയ ശിമെയോന്റെ കാലത്ത് കുഴിച്ചത് എന്തെന്നാണ് സിറാക്ക് എഴുതുക? ഉത്തരം സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി. ചോദ്യം 42. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ പ്രശോഭിച്ച ശിമെയോൻ ഉത്സവവേളയിൽ പ്രശോഭിച്ചത് ഏതുപോലെയാണ്? ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ. ചോദ്യം 43. മഹത്വപൂർണനായ ശിമെയോനെ കാണുന്ന സിറാക്ക് ധൂമകലശത്തിൽ പുകയുന്ന ഏതുപോലെയാണ് ശിമെയോൻ പ്രശോഭിച്ചതെന്നാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം സുഗന്ധദ്രവ്യം പോലെ. ചോദ്യം 44. സിറാക്കിന്റെ കാഴ്ചപ്പാടിൽ മഹത്വപൂർണനായ ശിമെയോൻ മഹത്വപൂർണനാക്കിയത് എന്താണ്? ഉത്തരം വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ. ചോദ്യം 45. പ്രധാന പുരോഹിതനായ ശിമെയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത്? ഉത്തരം പുരോഹിതന്മാരുടെ. ചോദ്യം 46. അഹ്റോന്റെ പുത്രന്മാർ സർവ വിഭൂഷങ്ങളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിൽ എന്തി നിന്നത് ആരുടെ മുമ്പിലാണ്? ഉത്തരം ഇസ്രായേൽ സമൂഹത്തിന്റെ. ചോദ്യം 47. അഹ്റോന്റെ പുത്രന്മാർ കാഹളമോതി ഉച്ചഘോഷം മുഴക്കിയ ഉടനെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണതാര്? ഉത്തരം ജനം.
ചോദ്യം 48. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്താൻ നമ്മോട് ആവശ്യപ്പെടുന്ന സിറാക്ക് അവിടുന്ന് നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നത് എപ്രകാരം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഉത്തരം കാരുണ്യപൂർവം. ചോദ്യം 49. കാരുണ്യം വശിച്ച ഈ നാളുകളിൽ സകലത്തിന്റെയും ദൈവം നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഭാഷകൻ ആര് നിമിത്തമാണ് താൻ ക്ലേശിക്കുന്നതെന്നാണ് പറയുക. ഉത്തരം 2 ജനതകൾ നിമിത്തം. സെയ്ർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും. ചോദ്യം 50. 2 ജനതകൾ നിമിത്തം ക്ലേശിക്കുന്ന പ്രഭാഷകൻ മൂന്നാമത്തേതിനെ പറ്റി അഭിപ്രായപ്പെടുന്നത് എന്താണ്? ഉത്തരം ജനതയെ അല്ലേ എന്ന്. ചോദ്യം 51. പ്രഭാഷക ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് തന്നെ സൂചന നൽകുന്ന അധ്യായം, വാക്യം. ഉത്തരം അധ്യായം 50 വാക്യം 27. ചോദ്യം 52. താൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് സിറാക്ക് നൽകുന്ന ഉറപ്പെന്താണ്? ഉത്തരം ജ്ഞാനിയാകുമെന്ന്. ചോദ്യം 53. സിറാക്കിന്റെ 50-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട്. ഉത്തരം ഉപദേശങ്ങൾ. ചോദ്യം 54. സിറാക്കിന്റെ വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ അനുവർത്തിച്ച് എല്ലാറ്റിനും കഴിവുള്ളവനാവുന്നതിന് നയിക്കുന്നത് എന്താണ്? ഉത്തരം കർത്താവിന്റെ പ്രകാശം. 54 ചോദ്യമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. താങ്ക് യു.